നമ്മുടെ ഈ ജനാധിപത്യ സംവിധാനത്തിന് ചില തകരാറുകളുണ്ട്. അതിലൊന്ന്, ഏതെങ്കിലും ഒരു കേസിൽ പ്രതിയായി ശിക്ഷ കിട്ടിയ ആൾക്ക് മത്സരിക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. ഒരു മജിസ്ട്രേറ്റിൻ്റെ വിധി ചിലപ്പോൾ തെറ്റായിരിക്കും, ചിലപ്പോൾ ശരിയായിരിക്കും. അത് അപ്പീൽ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന സമയത്ത് ആ വിധി തെറ്റാണെന്ന് കണ്ടെത്തി അത് അസ്ഥിരപ്പെടുത്തുന്നത് വരെ ഇതിൽ പ്രതിയായ അല്ലെങ്കിൽ കുറ്റാരോപിതനായ അല്ലെങ്കിൽ ശിക്ഷാവിധിക്ക് വിധേയനാക്കപ്പെട്ട പ്രതിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ പൗരാവകാശങ്ങൾ താൽക്കാലികമായിട്ട് തടയപ്പെടുകയാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു വ്യവസ്ഥ നമ്മുടെ ജനപ്രാതിനിധ്യ നിയമത്തിൽ ആ സിറ്റീസ് ഉണ്ടായിരുന്നില്ല. പിന്നീട് സുപ്രീം കോടതി ആണ് ഇതുപോലത്തെ ഒരു കൊലപാതകം ചെയ്തത്. കളങ്കിതരായ ആളുകൾ മത്സരിക്കരുത്. ഒരു കേസിൽ ശിക്ഷ കിട്ടുകയാണെങ്കിൽ ആ ശിക്ഷിക്കപ്പെട്ട ആൾ ആ സെക്കൻഡിൽ അദ്ദേഹത്തിൻ്റെ നിയമസഭാംഗത്വം അല്ലെങ്കിൽ പാർലമെൻറ്റ് അംഗത്വം നഷ്ടപ്പെടും എന്ന രീതിയിൽ വിധി പാസ്സാക്കിയത്. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് UPA സർക്കാരിൻ്റെ കാലത്ത് ഒരു നിയമ ഭേദഗതിയൊക്കെ ഉദ്ദേശിച്ചാണ്. അന്ന് നമ്മുടെ രാഹുൽ ഗാന്ധി ഡൽഹി പ്രസ് ക്ലബ്ബിൽ ചെന്ന ബില്ല് കോൺഗ്രസ് വക്താവിൻ്റെ നിന്ന് വാങ്ങിച്ച് കീറിക്കളയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു അനർത്ഥമാണ് ഇപ്പോൾ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ആൻ്റണി രാജുവിൻ്റെ കാര്യമാണ്. ആൻ്റണി രാജുവിനെ നമുക്കറിയാം. ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ മഹാപാർട്ടിയുടെ ഏറ്റവും ഉന്നതനായ നേതാവാണ് അദ്ദേഹം. ഒരു കാലത്ത് ജോസഫ് ഗ്രൂപ്പുകാരനായിരുന്നു. പിന്നീട് ജോസഫ് ഗ്രൂപ്പും മാണി ഗ്രൂപ്പും തമ്മിൽ ലയിച്ചപ്പോൾ ആ പാർട്ടിയുടെ നേതാവായിട്ട് മാറി. അത് കഴിഞ്ഞ് പാർട്ടി പിന്നെയും പിളർന്നപ്പോൾ പിന്നെയും ജോസഫ് ഗ്രൂപ്പായി. അവിടെ നിന്ന് പിന്നെ വേറെ 1-2 പേരെയും കൂടെയൊക്കെ ചേർത്ത് ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പാർട്ടി രൂപീകരിച്ച് അതിൻ്റെ പരമോന്നത നേതാവായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം കഴിഞ്ഞ തവണ നിയമസഭയ്ക്ക് മത്സരിച്ചു, ജയിച്ചു, 2.5 കൊല്ലം മന്ത്രിയായി, ട്രാൻസ്പോർട്ട് മന്ത്രിയാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം നിയമസഭയിൽ അംഗമായി തുടരുന്ന സമയത്താണ് ഈ വിഖ്യാതമായ ജെട്ടി കേസ് പിന്നെയും പൊങ്ങി വന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ആ കാര്യത്തിൽ ചെറിയ ഒരു കുറ്റബോധം അല്ലെങ്കിൽ പശ്ചാത്താപം തോന്നുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ഞാനാണ് സംഗതിവശാൽ വേറെ ഏതോ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു ഏഷ്യാനെറ്റിൽ ഇങ്ങനെ ഒരു കേസ് ഉണ്ടെന്നും അത് പതിറ്റാണ്ടുകളായിട്ട് ശീതനിഷ്ക്രിയതയിലാണ് എന്നും സൂചിപ്പിച്ചത്. അതേ തുടർന്ന് ഈ നാട്ടിലെ മാപ്രകളെല്ലാവരും കൂടി തുനിഞ്ഞിറങ്ങി ഈ കേസിൻ്റെ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാനായിട്ട്. അന്ന് മനോരമ ന്യൂസ് ചാനലിൽ ജോലി ചെയ്തിരുന്ന അനിൽ ഇമ്മാനുവൽ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനാണ് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കോടതിയിൽ നിന്ന് തപ്പിയെടുത്ത് വലിയ വിഷയമാക്കി വിവാദമാക്കി കേസിൻ്റെ വിചാരണ ത്വരിതപ്പെടുത്തിയതും അവസാനം ആൻ്റണി രാജുവിൻ്റെ ശിക്ഷയിൽ ചെന്ന് അവസാനിച്ചു. പാവപ്പെട്ട ആൻ്റണി രാജുവിൻ്റെ നിയമസഭാംഗത്വം അന്നേ ദിവസം അസ്ഥിരപ്പെട്ടു പോയി. അതിനുശേഷം അദ്ദേഹം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നോക്കുമ്പോൾ അയോഗ്യത കിടക്കുകയാണ്. ആ ജില്ലാ കോടതിയിൽ അപേക്ഷ കൊടുത്തു, അത് സ്വീകരിക്കപ്പെട്ടില്ല. ഹൈക്കോടതിയിൽ കൊടുത്തു. ഹൈക്കോടതി വാദം കേൾക്കുന്നതിനിടയിൽ ചില സംശയങ്ങളൊക്കെ ഉന്നയിച്ചു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു രാജുവിന് മത്സരിക്കാനുള്ള അവസരം തെളിയും, ഹൈക്കോടതി ഉത്തരവ് പാസ്സാക്കുമ്പോൾ ഇതുപോലെയൊക്കെ തന്നെ സംഭവിക്കും എന്ന്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരവ് വന്നപ്പോൾ അതൊന്നുമില്ല എന്ന് മാത്രമല്ല, ഇയാൾ മത്സരിക്കേണ്ട എന്ന രീതിയിലുള്ള ഒരു വിധി തീർപ്പാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ആൻ്റണി രാജുവിന് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റുകയില്ല. അദ്ദേഹത്തിന് 70 വയസ്സിന് മേലായി ഇനി മത്സരിക്കാനൊരു സാധ്യതയും കാണാനുമില്ല. ഇത് അവസാനത്തെ പോരാട്ടമാകുമായിരുന്നു. പാർട്ടി സീറ്റ് കൊടുക്കാൻ തയ്യാറാണ്, മുന്നണി സീറ്റ് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? കോടതി വിധി മറിച്ചാണ്. കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു ഉത്തരവ് കിട്ടാതെ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റുകയില്ല എന്ന് മാത്രമല്ല, ഹൈക്കോടതി അനുകൂല ഉത്തരവ് നൽകാതെ അദ്ദേഹത്തെ നിരാശനാക്കിയിരിക്കുകയാണ്. അങ്ങനെ ആൻ്റണി രാജു എന്ന് പറഞ്ഞ ഒരു നിയമസഭാ സാമാജികൻ ഇത്തവണ മത്സരിക്കാൻ പറ്റിയില്ല. ആ സീറ്റിൽ വേറൊരാളെ കണ്ടെത്തി മത്സരിപ്പിക്കേണ്ടി വരും. ഇനി മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ മന്ത്രിസഭയിൽ എടുക്കാനും പറ്റിയില്ല. അങ്ങനെ പുള്ളി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നെങ്കിലും പൂർണ്ണമായിട്ടും വിമുക്തനാവുകയാണ്. ഒരു രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയത്തിൽ നിന്ന് വിമുക്തനായി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഒരു മത്സ്യം വെള്ളത്തിന് പുറത്തേക്ക് എടുത്തെറിയപ്പെട്ട പോലത്തെ അവസ്ഥയാണ്. ആൻ്റണി രാജുവിൻ്റെ ഈ ദുസ്ഥിതിയിൽ ഞാൻ സഹതപിക്കുന്നു, അനുശോചിക്കുന്നു. ഇതുപോലുള്ള ദുർവിധി ആർക്കും ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജയ് ഹിന്ദ്.